അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയി, ഉത്തരവാദിത്തം കുറച്ചുകൂടെ കുറെ കാര്യങ്ങളൊക്കെ കൂടി എങ്ങനെയാ ടൈം കിട്ടുന്നുണ്ടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും? അങ്ങനെ അമ്മയിലെ ഒരു വൈസ് പ്രസിഡന്റിന് അത്ര വലിയൊരു ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അതായത് ഞങ്ങൾക്ക് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെയാണ് ഞങ്ങൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത്. എല്ലാം നമ്മൾ ഓരോരോ ഗ്രൂപ്പ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ഒരാളുടെ തലയിലൂടെ എന്ന് പറയുന്ന ഒരു പോളിസി ഇല്ല. അപ്പം ഓരോ കാര്യങ്ങൾക്കും ഓരോ വിങ് ഉണ്ടാവും. ഒരു 5 or 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അപ്പം അതിനൊരു ലീഡർ ഉണ്ടാവും. അതിൽ 2-3 കാര്യങ്ങളുടെ ലീഡർ ഞാനാണ്. അപ്പം നമുക്കത് മാനേജ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അവിടെ പോയില്ലെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു ആൾക്കാർ അത് മാനേജ് ചെയ്യും. ഇപ്പം അവർക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ പോകും. അപ്പൊ എല്ലാരും ഒരു മനസ്സായിട്ട് ഒരുമിച്ച് അങ്ങനെ പോകുന്നു. പിന്നെ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ ലൈഫ് എങ്ങനെ പോകുന്നു? വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ പുതിയ വീട് മേടിച്ചു. പുതിയ വീട്ടിലേക്ക് എന്തായാലും വരണം. ഹിൽ പാലസിന്റെ തൊട്ടടുത്ത് വീട്ടിലേക്ക് എന്താണെങ്കിലും വരണം. എന്താ പറയാ, ജയ്ഷേട്ടനും ഞാനും മോളും അന്ന് കണ്ടതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് കുഞ്ഞു ജീവിതം സന്തോഷ ജീവിതം അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഒരുപാട് വായിക്കുന്നു, ഒരുപാട് എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സിനിമകളുണ്ട്. എഴുത്തും വായനയും പിന്നെ വീട്ടുകാര്യങ്ങളും കൂടെ ആവുമ്പോ തന്നെ ഞാൻ ഓക്കെയാണ്. കറന്റ് പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-20 ദിവസത്തോളം അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഓണമൊക്കെ അതിന്റെ സെറ്റിലായിരുന്നു നമുക്ക്. അത് കിടുക്കാച്ചി അളിയെന്നാണ് സിനിമയുടെ പേര്. നമ്മളെ തിങ്കളാഴ്ച നിശ്ചയൊക്കെ പോലെ ഒരു നാട്ടുംപുറത്ത് കഥ പറയുന്ന ഒരു കുഞ്ഞു സിനിമ, നല്ല സിനിമയാണ്. അപ്പൊ അതിന്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ചേച്ചി ഫോണിലൊക്കെ ചേട്ടനോട് സംസാരിക്കും, ഇപ്പൊ കേട്ടപ്പോഴും അതായത് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു വീട്ടമ്മ, മോളുടെ കാര്യവും മാനേജ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേച്ചി ഓൾമോസ്റ്റ് എല്ലാ ഇവന്റ്സിനും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോ ചേച്ചി പറഞ്ഞതുപോലെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ മന്ത്ലി വൺസ് മീറ്റിംഗ് ഉള്ളെങ്കിൽ പോലും അതൊരു ഫോളോ അപ്സ് ഉണ്ട്. എല്ലാത്തിന്റെ ഇടയ്ക്ക് അതിന്റെ ഫോളോ അപ്സ് ഉണ്ട്. മീറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഫിസിക്കലി ഉള്ളൊരു മീറ്റിംഗ്. പക്ഷെ അല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെ, ഒരു വീഴ്ചകളും പറ്റരുത്. ശരിക്കും പറഞ്ഞാല് എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെ പറ്റുന്നു? അതായത് ഇപ്പം മുമ്പ് നമ്മളൊരു ടീച്ചറെ നോക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നോക്കുക. ഇവരൊക്കെ ഹൗസ് വൈഫ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും അവര് എന്താ പറയാ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ, അവരുടെ പ്രൊഫഷൻ എല്ലാം അവർ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും. നമുക്ക് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്തൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു ജോലിയാണ് നമുക്ക്. ആ ഒരു വ്യത്യാസം ഒഴിച്ചാൽ നമ്മളുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉദ്യോഗസ്ഥകളായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകൾ എങ്ങനെയാണോ ഇതിനെ മാനേജ് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഞാനും. എല്ലാ സ്ത്രീകൾക്കും ആ ഒരു സ്കില്ലുണ്ട്. എല്ലാ സ്ത്രീകളും മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് മിടുക്കികളാണ്. ഇപ്പൊ ഇന്ന് തന്നെ നോക്കൂ, ഇന്നത്തെ ഒരു ദിവസം പറയാനാണെങ്കിൽ ഇന്ന് മാധുന് സ്കൂളിൽ പോകണ്ടായിരുന്നു. മാധു ഇന്ന് സ്കൂളിൽ പോയില്ല. അപ്പം ആ ഒരു കാര്യം ഒഴിച്ചാൽ, പക്ഷെ ഞാൻ യൂഷ്വലി എഴുന്നേക്കുന്ന ഒരു സമയത്ത് തന്നെ ഞാനൊരു 5:30 ആകുമ്പോഴത്തേനും 4:30 തൊട്ടിട്ട് ഞാൻ അലേർട്ടായിരിക്കും. പക്ഷെ ഒരു 5:30 ആകുമ്പോഴത്തേനാണ് എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ കുളിക്കുന്നു. വെളുപ്പിനെ തന്നെ കുളിച്ചിട്ട് ഇപ്പം നവരാത്രി വ്രതമല്ലേ, ഇപ്പൊ വീട്ടിലെ കിടാവിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു, കിച്ചണിൽ കയറുന്നു. മോളുടെ സ്നാക്സ്, രാവിലത്തെ കോഫി വേണ്ടവർക്ക് കോഫി, ടീ വേണ്ടവർ 3 പേർക്ക് 3 ഇഷ്ടങ്ങളാണ്. അപ്പം അതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നു. അപ്പത്തിന് മോളെ എഴുന്നേക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നു. അതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മേക്ക് ചെയ്യുന്നു. വീട് കംപ്ലീറ്റഡ്. ഇപ്പോഴും ഞാൻ വീട്ടിലേക്ക് മെയ്ഡ്സിനെ ഒന്നും വെച്ചിട്ടില്ല, മെയ്ഡ്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവന്റ്സിന് അതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് ലഞ്ച് പോയിട്ട് പെട്ടെന്ന് റെഡിയാക്കുന്നു, മോളെ റെഡിയാക്കുന്നു. നേരെ അവിടെ നിന്ന് അടുത്ത ഡ്രസ്സ് മാറ്റുന്നു, നേരെ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്ന് എല്ലാരെയും കണ്ടു. ഇപ്പൊ തന്നെ അടുത്ത ടാസ്കിന്റെ സമയമായി. വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം, ഡിന്നറ് കാര്യങ്ങള്. ഇപ്പൊ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്, ഒന്ന് വൈകുന്നേരം ഒന്ന് കൂടിയാലോ എന്ന് ചോദിച്ചു. ഫ്രണ്ട്സ് വിളിച്ചു. അതിന് നേരത്തെ ചോദിച്ചാണ് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കണം. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പുസ്തകങ്ങളുടെ കാര്യത്തിൽ വളരെ അപ്ഡേറ്റഡ് ആണ്, വായിക്കാറുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഇറങ്ങുന്ന പുസ്തകങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് പുസ്തകങ്ങൾ ആ ഒരു കൃത്യമായ ഇടവേളകളിൽ എത്തും, ഞാൻ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കണ്ടെത്തുന്നതാണ് സമയം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടെത്തുന്നതാണ്. പിന്നെ ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ കട്ടിൽ കിടക്കുന്ന ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ അല്ല. അതായത് ഇപ്പം എല്ലാം ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാം ഉൾട്ടയായിട്ട് ഇരിക്കാനും ചില സമയത്ത് നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കും. അതായത് ഇപ്പോ പിന്നെ മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഏട്ടൻ ഓഫീസിലും പോയി കഴിഞ്ഞാൽ
കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് അങ്ങനെ എടുക്കുന്ന സമയവും ഉണ്ട്. നമ്മൾ ഈ പലരുടെയും റീൽസ് ഒക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഓ ഇവരുടെ ഇത് നമ്മുടെ ലൈഫ് ഇങ്ങനെ അല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നീടാണ് ഞാൻ തന്നെ റിയലൈസ് അവരവരുടെ ഒരു നല്ല ദിവസമായിരിക്കും ചിലപ്പോ ആ റീലിൽ കാണിക്കുന്നത്. അവർക്കും മോശം ഡേയ്സ് കാണും തീർച്ചയായിട്ടും. എല്ലാതും എനിക്കൊക്കെ ആണെച്ചാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പോലെ അത് പറ്റില്ല. അപ്പൊ എന്തോ നമ്മളെ സംബന്ധിച്ചൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മള് ജോലി ആവശ്യങ്ങൾക്കായിട്ട് പുറത്താണ്, എന്നും ഒരേ സ്ഥലത്തുള്ള ജോലി അല്ല നമുക്ക്. ജോലി സ്ഥലങ്ങൾ ഇങ്ങനെ മാറി ആളുകൾ മാറുന്നുണ്ട്, പുതിയ പുതിയ മുഖങ്ങൾ കാണുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ നമുക്കൊരു ഫ്രഷ്നെസ് ആണ്, അതൊരു ഉണർവാണ് നമുക്ക് തരുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയൊക്കെ ഒരു മടുപ്പ് അതങ്ങ് മാറും. ചേച്ചി അയ്യോ അത് പറയാൻ മറന്നു. ഇപ്പൊ ചേച്ചി വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കാ ഞാൻ ഷോ ഇവരല്ലേ കഴിഞ്ഞ മാസം ഡിവോഴ്സ് ആയത് ന്യൂസ്. ഇത്ര മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമിലിനെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഡിവോഴ്സ് ആക്കട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഡിവോഴ്സ് കൂടെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എപ്പോഴാണ്? അടുത്ത മാസമായിരിക്കും. ഇത് നിങ്ങള് ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു ഇതൊക്കെ കാണും? ആദ്യമല്ല, അതായത് ഈ എഴുത്ത് പരിപാടികൾ ഉണ്ടല്ലോ, അപ്പം ഞാൻ എഴുതുമ്പോ മിക്കവരും ആൾക്കാർ ഓർക്കുന്നത് എന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴോ ഏട്ടനുമായിട്ട് വഴക്കിട്ടിരുന്ന പിണക്കമുണ്ട്, അറിയാലോ ഈ ഇണക്കം എത്രയാണോ അതുപോലെ പിണക്കമുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി ഞാനൊരു എന്താ പറയാ എന്നെ വായിക്കുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന. അപ്പം അവരും നമ്മളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, അവരുടെ കമന്റ്സ് ഒക്കെ വായിക്കുക, അയ്യോ അങ്ങനെ പാടില്ല ഇങ്ങനെ വെള്ളി, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായി അയ്യോ ഇത് റൂട്ട് മാറി പോകുന്നു. അപ്പൊ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്റെ പോസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഒരു വാളിലും കാണാൻ പറ്റില്ല. പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യെങ്കിലും അത് പക്ഷെ വേറെ ആൾക്കാരെടുത്ത് അതങ്ങ് ഭയങ്കര വൈറലാക്കി. എന്നാ ഇതെന്താണ്, ഒരാൾക്ക് മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾക്ക് ഇത് പറ്റില്ല, ഇങ്ങനത്തെ എന്തായാലും എടുത്തു ചാടി ഒന്നും ഇടൂല. എടുത്തു ചാടിന്നല്ല, എഴുത്ത് തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ എഴുതുന്നതൊക്കെ പണ്ട് മാധവിക്കുട്ടി എന്റെ കഥ എന്ന് പറഞ്ഞ ആത്മകഥ എഴുതുന്ന സമയത്ത് ഒരു പുള്ളിക്കാരി എന്താ പറയാ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് എഴുതുമ്പോ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യകാരിയാണ്. അപ്പം എഴുതുമ്പോ എഴുത്തുകാരന്റെ ഭാഷ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ കൃതികളെല്ലാം അവന്റെ അനുഭവം എന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എഴുത്തിൽ എനിക്കും സംഭവിക്കുന്നുണ്ട്. ചേട്ടന്റെ റിയാക്ഷൻ, ചേട്ടൻ വഴക്ക് പറഞ്ഞു ഇനി മേലെ ഇടരുത്. ഏട്ടൻ വഴക്ക് പറയില്ല, ഏട്ടൻ ഭയങ്കര വിഷമായി പോയി. പിന്നെ ഏട്ടനെ സംബന്ധിച്ച് ഏട്ടൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി രാവിലെ ഓഫീസിൽ പോന്നു. ഞാനില്ലാത്തപ്പോ മാധുവിനെ നോക്കുന്നു, ഞാൻ മിണ്ടുന്നില്ല, ലക്ഷ്മി മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ജയ്ഷേട്ടൻ മിണ്ടുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അത് 2 ദിവസം കഴിയുമ്പോ ആ പിണക്കം അങ്ങ് മാറും. പോസ്റ്റ് ഒക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് പിന്നെ ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരുന്നിരുന്നു. അത് ശരിയാണ്, അങ്ങനെ മിണ്ടാതിരുന്നത് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലാത്തത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ പോസ്റ്റ് ആളുകൾ ഷെയർ ചെയ്തപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റൂല എന്നുള്ളത്? അല്ലല്ല, പിരിയാൻ പറ്റില്ല എന്നുള്ളത് അത് എഴുതുമ്പോഴും അതല്ല, ആളുകൾ ഷെയർ ചെയ്തപ്പോഴേ പേടിച്ചു അതും പേടിച്ചു, ഭയങ്കര പാനിക്കായി. അപ്പം എന്നെ ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓടി വീട്ടിൽ വരുന്നു. സിനിമയിലുള്ള എത്ര പേര് എന്റെ വീട്ടിൽ വന്നറിയോ? കാരണം ഞങ്ങളെ ഒരു ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ലക്ഷ്മി എന്ന് പറയുമ്പം ജയ്ഷേട്ടൻ അവിടെ ഉണ്ട്, ജയ്ഷേട്ടൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഉണ്ട്. ഞങ്ങൾ ഇല്ലാത്ത ഒരു ചേച്ചിനെ പറയുന്നത് പട്ടണക്കാട് പുരുഷോത്തമന്റെ അഡ്രസ്. ഇനിയിപ്പം ഞാൻ ഡിവോഴ്സ് അല്ല, എനിക്ക് എന്ത് പറ്റിന്ന് പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതൊന്നുമല്ല, എന്നെ സംബന്ധിച്ചതൊരു ഭയങ്കരമായ ഒരു വൈകാരിക ബന്ധമാണ്. ജയ്ഷേട്ടന് ഞാൻ എന്റെ 16 വയസ്സ് തൊട്ടുള്ള ശീലമാണ്. ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഇത്രയും 24 വർഷമായിട്ട് എന്റെ ടീനേജ് മുതൽ ഞാനൊരാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇപ്പോഴും ജയ്ഷേട്ടൻ എന്നെ മാധുവിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ലക്ഷ്മി മാധുവിനെക്കാട്ടി ഇച്ചിരി വലുത് അത്രയല്ലേ ഉള്ളൂ ലക്ഷ്മി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഏട്ടൻ ശരിക്കും പറയാൻ എന്നെ ഒരു മകളെ പോലെയൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടനെ ഭയങ്കര എഫക്ട് ചെയ്തിരുന്നു. ചേട്ടൻ അതായത് ഒരു 16 വയസ്സ് ഒരു ഒന്നും ഇല്ലാത്ത ഒരു കുട്ടീനെ വളർത്തി വലുതാക്കി എടുത്തു. ഏട്ടന്റെ ഇഷ്ടത്തിന്, ഏട്ടനേതാ ഇഷ്ടത്തിൽ എന്നെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ചൈൽഡിഷ് വേർഷൻ കാണണമെങ്കിൽ അപ്പൊ ഏട്ടനാണ് ചൈൽഡിഷ് അല്ല, എല്ലാത്തരം വെച്ചാൽ മതി. അപ്പൊ ഏട്ടനടുത്ത് ചോദിക്കും ലക്ഷ്മി ഏറ്റവും നന്നായിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്ക്.
പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പബ്ലിക്കിന്റെ അടുത്തൊന്നും വഴക്കിടില്ല, ഒന്നുമില്ല. ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് അയച്ചെറിയുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു അവിടെ, എന്താ ഉണ്ടായേ, ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഏട്ടനറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാത്തരം ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്ന, ഇനി ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതും ചെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ജയശ്രീയേട്ടൻ.